സാന്ത്വന സാജുവിലേക്ക് പോകണം. ഒപ്പം രാഹുൽ സുരേഷിലേക്കും പോകണം. ആദ്യം രാഹുലിലേക്ക് പോയാൽ രാഹുൽ, ഇടുക്കിയിൽ ഈ മഴക്കെടുതി രൂക്ഷമാണ്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാകുന്നു, വീടുകളിൽ വെള്ളം കയറുന്നു. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയതോടെ കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്നതോടെ പെരിയാർ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാനും സാധ്യതയുണ്ടല്ലേ? രാഹുൽ, മറുഭാഗത്ത് പെരിയാർ കരകവിഞ്ഞൊഴുകുന്നതോടെ ആളുകൾ ആ ഭാഗത്തും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിന്റെ കാര്യം തന്നെ ആദ്യം പരിശോധിച്ചാൽ മുല്ലപ്പെരിയാറിന്റെ 13 സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് 10,000 ഖനിയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. 1.5 മീറ്റർ ഉയർത്തിക്കൊണ്ടാണ് 13 ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. വണ്ടിപ്പെരിയാർ മേഖലകളിൽ ഏതാണ്ട് 30ഓളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. രാവിലെയൊക്കെ കയറിയ വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ആളുകളെയൊക്കെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയെങ്കിലും ആരും ഇതുവരെയും ക്യാമ്പിലേക്ക് മാറിയിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം മുല്ലപ്പെരിയാറിലും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇന്നലെയും മിനിങ്ങാന്നും നമ്മൾ കണ്ടതാണ്, രാത്രിയിലാണ് ദുരിതം പെയ്തിറങ്ങിയത്. അപ്പോൾ രാത്രി സമയമാകുമ്പോഴേക്കും ആളുകളൊക്കെ ഒരു ആശങ്കയിലേക്ക് പോവുകയുമാണ്. ഇപ്പോൾ നമ്മളുള്ളത് കുമളിയിൽ നിന്നും ആനവിലാസത്തേക്ക് പോകുന്ന റോഡിൽ കൂടിയാണ്. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ മഴക്കെടുതിയിൽ മണ്ണിടിഞ്ഞ് വീണതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. 2 വീടുകളുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ഇതോടെ 2 വീടുകൾ ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. 2 വീടുകളുടെ മുൻഭാഗമാണ് ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായി നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രദേശവാസികളോടുകൂടി പ്രതികരണം ഒന്ന് തേടാം. എപ്പോഴാണ് ചേട്ടാ ഈ സംഭവം ഉണ്ടായത്? ഇന്നലെ ഒരു 10 മണി 10-10:30 ആയപ്പോഴത്തേന്. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടാണോ ഇറങ്ങിയത്? ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേന് ഒരു ഒച്ച കേട്ട് നോക്കിയപ്പോഴത്തേന് ഇടിഞ്ഞല്ല. ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ ആശങ്കയാണ് നമ്മുടെ മേഖലയിൽ. ഇന്നിപ്പോ രാത്രി വീണ്ടും മഴക്കാറൊക്കെ ഉണ്ട്. അതെ, ഇന്നും മഴ പെയ്യുമെന്നുള്ള ഒരു ഭയം ഉണ്ട് എല്ലാവർക്കും. ഈ മേഖലയിൽ കാര്യമായി തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? നേരത്തെ ഒരു ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഇപ്പോഴാണ്. വിനീത, ഈ രാത്രി സമയങ്ങളിൽ രാത്രി 10 മണി മുതൽ രാത്രി പുലർച്ചെ 1 മണി 2 മണി വരെയൊക്കെയാണ് മഴ ഇങ്ങനെ തുടർച്ചയായി നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രി സമയങ്ങളിലാണ് ആളുകൾ കൂടുതൽ ആശങ്കയിലാവുകയും ചെയ്യുന്നത്. അതുകൂടാതെ ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ അല്പസമയത്തിനുള്ളിൽ തുറന്നുവിടും. അത് നേരെ കല്ലാറുട്ടി ഡാമിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് മുതിരപ്പുഴയുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനീത, ശരി, നമുക്ക് സാന്ത്വനയിലേക്ക് കൂടി പോകാം. സാന്ത്വന, ഏതാണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയുമാണ്. മഴ ഏതൊക്കെ ജില്ലകളിലായിരിക്കും കൂടുതൽ പെയ്യുക? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ? വിനിത, ഒട്ടും ആശ്വാസകരമായ വാർത്ത തന്നെയല്ല നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഇന്നിപ്പോൾ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിലും വ്യാപകമായി തന്നെ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ആദ്യം ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ജില്ലയിലാണ് ഇന്ന് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 6 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മറ്റ് 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ആശങ്കയുള്ളത് ഇടുക്കി ജില്ലയുടെ കാര്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ നാളെയും ഇന്നിപ്പോൾ ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ്, നാളെയും ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിലും അതുപോലെ തന്നെ നാളെയും ഒക്കെ ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, തുലാവർഷ മഴ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിലാണ് ശക്തമായി തന്നെ മഴ പെയ്യുക. പകൽ സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും തെളിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാകും ഉണ്ടാകുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നും ഒക്കെ അത് തന്നെയാണ് കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെങ്കിലും പകൽ ഇത്രയും നേരം നല്ല തെളിഞ്ഞ അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് മേഘാവൃതമായിട്ടുണ്ട് അന്തരീക്ഷം. അപ്പോൾ രാത്രിയൊക്കെ തന്നെയും മഴയുണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രവുമല്ല, വരുന്ന ഒരു 5 ദിവസത്തേക്ക് കൂടി വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് മഴ ഉണ്ടാകുമെന്നും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിനിത, ഇപ്പോൾ ഇന്നലെ വന്ന അലേർട്ടുകൾ പ്രകാരം 2 ദിവസമായിരുന്നു അലേർട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം അലേർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലെ അലേർട്ട് പ്രകാരം അടുത്ത 5 ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനിത, ശരി, സാന്ത്വനയും ഒപ്പം രാഹുലുമാണ് വിവരങ്ങൾ നൽകിയത്.